ഫാമിലി. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുൾ മൂൺ ഡേ ആണ് അല്ലേ? പൗർണമി ദിവസമാണ്. ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മാനിഫെസ്റ്റേഷൻസും ആഗ്രഹങ്ങളെല്ലാം അഫർമേഷൻസ് ഒക്കെ നിങ്ങൾ പറയുന്ന ദിവസമാണ് അല്ലേ? അറിയാലോ. അതുപോലെ തന്നെ സ്പെൽസ് ഒക്കെ പവർഫുൾ ആയിട്ടുള്ള സ്പെല്ലൊക്കെ കാസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഡേ ആണ് ഫുൾ മൂൺ ഡേ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ദേവിക്ക് വളരെയധികം ഇഷ്ടമുള്ള ദേവിക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള വെള്ളിയാഴ്ച ദിവസവും കൂടെയാണ്. വെള്ളിയാഴ്ച ദിവസവും ഫുൾ മൂണും ഒന്നിച്ച് വന്നാൽ പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ഏറ്റവും കൂടുതലും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ EBC ഫാമിലി, അതായത് ഇമോഷണൽ ബാഗേജ് ക്ലെൻസിങ് മെഡിറ്റേഷൻ എൻ്റെ അണ്ടറിൽ ക്ലാസ്സസ് എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഞാൻ ഓർത്ത് യൂട്യൂബിലൂടെ പോസ്റ്റ് ചെയ്യാമെന്ന്, നിങ്ങൾക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസം നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ട് ഇരിക്കുക. കാര്യം ഫുൾ മൂൺ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമോഷണൽ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ വരും. ഇമോഷണൽ ബാലൻസ് വളരെയധികം നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന, നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുള്ള ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റൽസ് ഉള്ള ആൾക്കാർ ക്രിസ്റ്റൽസ് വെയർ ചെയ്യാം. പിന്നെ ഇങ്ങനെയുള്ള മെഡിറ്റേഷൻസും കാര്യങ്ങളും ഗൈഡഡ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. മെഡിറ്റേഷൻ ഇരിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നിങ്ങൾ എപ്പോഴാണോ ഉറങ്ങുന്നത് അതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം നല്ലത്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡൊക്കെ ആക്ടിവേറ്റ് ആകുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഫർദർ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നത് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യുന്നതായിരിക്കും. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വീഡിയോ ഓപ്പൺ ചെയ്യുക, കാണുക. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു അഗർബത്തി എടുത്ത് കയ്യിൽ പിടിക്കുക എന്നുള്ളതാണ്. ഈ അഗർബത്തി വെച്ചിട്ട് ഞാൻ അഗർബത്തി ക്ലെൻസിങ് ഇതിനു മുമ്പും പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. നിങ്ങളിങ്ങനെ എണ്ണീച്ച് നിന്നിട്ടോ ഇരുന്നിട്ടോ മറ്റുമായിട്ട് നിങ്ങളുടെ ബോഡിയുടെ ഫ്രണ്ടിൽ നിങ്ങളുടെ നേരെ ഇങ്ങനെ 8 പോലെ കണ്ടോ, ഇൻഫിനിറ്റിയുടെ സിമ്പലാണ്. എൻ്റെ മൈൻഡ്, ബോഡി ആൻഡ് സോൾ ഞാൻ ക്ലെൻസ് ചെയ്യുന്നു. യൂണിവേഴ്സ്, എൻ്റെ മൈൻഡ്, ബോഡി ആൻഡ് സോളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും ഞാൻ യൂണിവേഴ്സിലേക്ക് റിലീസ് ചെയ്യുന്നു. ഇങ്ങനെ പറയുന്നതാണ് അഗർബത്തി ക്ലെൻസിങ്. നിങ്ങൾ അഗർബത്തി ക്ലെൻസിങ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ എൻ്റെ ബ്രേസ്ലെറ്റ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ബ്രേസ്ലെറ്റ്സ്, നിങ്ങളുടെ ബ്രേസ്ലെറ്റ്സ് ക്രിസ്റ്റൽസ് ആണ്. ബ്രേസ്ലെറ്റ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ബ്രേസ്ലെറ്റ്സ് കൂടെ ഇതേപോലെ യൂണിവേഴ്സ് എൻ്റെ ഈ ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും ഞാൻ ക്ലെൻസ് ചെയ്യുന്നു. ഞാൻ യൂണിവേഴ്സിലേക്ക് എല്ലാ നെഗറ്റീവ് എനർജീസും റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്മോക്ക് അതിലേക്ക് അടുപ്പിക്കുക. കണ്ടോ? അങ്ങനെ നിങ്ങൾ ക്രിസ്റ്റൽസ് ക്ലെൻസ് ചെയ്യുക. അതുപോലെ തന്നെ ഹീലിംഗ് ക്രിസ്റ്റൽസ് ആണെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിലും, അതുപോലെ നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്യുന്ന ക്രിസ്റ്റൽസ് ആണെങ്കിൽ റൈറ്റ് ഹാൻഡിലും നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. കണ്ടോ? ഇങ്ങനെ ക്രിസ്റ്റൽസ് ഒക്കെ ഇടുക. അതുപോലെ തന്നെ EBC ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ സ്പെല്ല് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ പേപ്പർ, പെൻ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക. അതനുസരിച്ചിട്ട് നിങ്ങൾ ഇരിക്കുക. നിവർന്നിരിക്കുക. നിവർന്നിരുന്നതിന് ശേഷം ജ്ഞാനമുദ്ര എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ജ്ഞാനമുദ്രയിൽ ഇരിക്കുക. കണ്ടോ? നിങ്ങൾക്ക് ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ നല്ലതുപോലെ നിവർന്നിരിക്കുക. നിവർന്നിരുന്നതിന് ശേഷം ജ്ഞാനമുദ്ര എന്ന് പറയുന്നത് കണ്ടോ, ഇങ്ങനെയാണ്. ജ്ഞാനമുദ്രയിൽ ഇരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കിൽ എന്തെങ്കിലും പെയിനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു പില്ലോയോ ബാക്ക് റെസ്റ്റോ മറ്റോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ ബാക്കിൽ വെക്കുക കേട്ടോ. അതല്ല നിങ്ങൾക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നവരൊക്കെയാണ്, ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ശാന്തമായിട്ട് കിടന്നുകൊണ്ടാണെങ്കിലും വീഡിയോ കാണാം കേട്ടോ. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. അധികം എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളുടെ സമയം കളയുന്നില്ല. നമ്മൾ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും ജ്ഞാനമുദ്രയിൽ ഇരിക്കുക. അതുപോലെ കണ്ണുകൾ അടച്ചിരിക്കുക. കണ്ണുകൾ അടച്ചിരുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അല്ലെങ്കിൽ ഈ മെഡിറ്റേഷൻ്റെ റിസൾട്ട് കിട്ടുന്നത് കുറവായിരിക്കും. കാര്യം കണ്ണുകൾ അടച്ചിരുന്നാൽ കുറച്ചെങ്കിലും കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ. ഇനി കോൺസെൻട്രേഷൻ ഇഷ്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് കണ്ണടച്ചിരുന്നിട്ട് പല ചിന്തകളാണെന്നൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ അതനുസരിച്ചിട്ട് കണ്ണുകൾ അടച്ച് തന്നെ വെക്കുക. വേറെ ചിന്തകളിലേക്ക് പോയാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ വേറെ ചിന്തകളിലേക്ക് പോയാലും പ്രശ്നങ്ങളൊന്നുമില്ല. അതെല്ലാവർക്കും വരുന്നതാണ്, നോർമലാണ്. നിങ്ങളത് കാര്യമായിട്ട് എടുത്തിട്ട് മെഡിറ്റേഷൻ വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ മനസ്സിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ആ തോട്ട് എനിക്ക് വരുന്നുണ്ട്. മേ ബി യൂണിവേഴ്സ് എന്തെങ്കിലും ഒരു പ്ലാൻ ഉള്ളത് കൊണ്ടോ യൂണിവേഴ്സ് എന്തെങ്കിലും അറിയിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടോ ആ തോട്ട് വരുന്നതാണെന്ന് മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് വീഡിയോയിലേക്ക്
മുന്നോട്ട് പോവുക കേട്ടോ. കണ്ണുകൾ അടച്ചിരിക്കുക. മെഡിറ്റേഷൻ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ടാവും. കണ്ണുകൾ അടച്ച് ധ്യാനമുദ്രയിൽ നിവർന്നിരിക്കുക. ഒടിഞ്ഞു കുത്തിയിരിക്കരുത്. നിവർന്ന് സ്ട്രെയിറ്റ് പോസ്റ്ററിലിരിക്കുക. ഇല്ലെങ്കിൽ കിടന്നുകൊണ്ടാണെങ്കിലും നിങ്ങൾക്കിരുന്ന് കേൾക്കാം കേട്ടോ. ഹെഡ്സെറ്റ്സ് ഒക്കെ വെച്ചുകൊണ്ടിരുന്നാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വൈബ്രേഷൻസ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ലോ വൈബ്രേഷൻ ആയിരിക്കും. അതായത് പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർക്ക് വൈബ്രേഷൻസ് വളരെ ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വൈബ്രേഷൻസിനെ ഉയർത്താൻ, ഹൈ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത്. നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആണെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് നല്ലപോലെ വർക്ക് ചെയ്യും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നിങ്ങളെ മനസ്സിനെ ഓപ്പൺ ആക്കി വെക്കുക. നിങ്ങൾ എന്താണോ യൂണിവേഴ്സ് തരുന്നത് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവുക. യൂണിവേഴ്സിന് സറണ്ടർ ആവുക കേട്ടോ. വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെ യൂണിവേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ്റെ ഉള്ളിലാണുള്ളതെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ഈ വീഡിയോ കേൾക്കാനായിട്ട് കേട്ടോ. ഹെഡ്സെറ്റ് വെക്കേണ്ട ആൾക്കാരാണെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചിട്ടിരിക്കുക. ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എന്തെങ്കിലും ഒരു ജഗ്ഗിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ കുപ്പിയിലോ മറ്റും, ഗ്ലാസ് ആയിരിക്കണം, പ്ലാസ്റ്റിക് ബോട്ടിലൊന്നുമല്ല. അങ്ങനെ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ നിങ്ങൾ വെക്കുന്നത് നല്ലതാണ്. എടുത്തിട്ടില്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക, പോയി എടുത്തിട്ട് വന്നിട്ട് ഇരുന്ന് കാണുക കേട്ടോ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ മനസ്സിനെ വളരെയധികം റിലാക്സ് ആക്കി വിടുക. മനസ്സിൽ വേറെ ഒന്നുമില്ല. നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ആശങ്കകളും എല്ലാം നിങ്ങൾ ശാന്തമാകാനായിട്ട് സമ്മതിക്കണം. എല്ലാം വളരെ ഒരു പീസ്ഫുൾ മൈൻഡോട് കൂടിയിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കും. നിങ്ങളെ പ്രകാശവും ശാന്തിയും നിറഞ്ഞൊരു നല്ല ഒരു പവർഫുൾ എനർജിയാണ് നിങ്ങളുടേതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിൽ വിചാരിക്കുക കേട്ടോ. കണ്ണുകൾ അടച്ച് തന്നെ വയ്ക്കുക. കണ്ണുകൾ തുറക്കാൻ പാടില്ല. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ശാന്തിയും സമാധാനവും ഒക്കെ വരട്ടെ. പതിയെ ശ്വാസം എടുക്കുക. ബ്രീത്ത് ഇൻ. നല്ലപോലെ ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക. കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക. പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക കേട്ടോ. ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയുള്ള ആൾക്കാർ, ബ്രീത്തിങ് ട്രബിളൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളതനുസരിച്ചിട്ട് ഒരുപാട് നേരം ശ്വാസം പിടിച്ചു വെക്കേണ്ട കാര്യമില്ല കേട്ടോ. ബാക്കിയുള്ളവർ ശ്വാസം പിടിച്ചു വയ്ക്കുക. കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്യുക. ഞാൻ പറയുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടാം. നിങ്ങൾ ശ്വാസം വലിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഓർക്കാൻ പാടില്ല. പകരം നിങ്ങളെല്ലാ പോസിറ്റിവിറ്റിയും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുപോവുക. പോസിറ്റീവ് എനർജി മാത്രമാണ് ശ്വാസം എടുക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കേണ്ടത്. കുറച്ചു നേരം ശ്വാസം ഹോൾഡ് ചെയ്ത് വയ്ക്കും. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും, നിങ്ങളുടെ ആൻസൈറ്റി, ഉത്കണ്ഠകളും എല്ലാം പുറത്തേക്ക് ശ്വാസത്തിൻ്റെ കൂടെ വിടാം. ശ്വാസം എടുക്കുമ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക കേട്ടോ. ശ്വാസം വിടുമ്പോഴാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിടുകയാണെന്ന് ചിന്തിക്കേണ്ടത്. ഞാൻ പറയാൻ പോവാണ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ പറയും, ബ്രീത്ത് എടുക്കുക. 1 2 3 4 പറയുന്ന സമയത്ത് ശ്വാസം പിടിച്ചു വയ്ക്കുക. അതിനുശേഷം ബ്രീത്ത് ഔട്ട് പറയുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടാം കേട്ടോ. എന്താണ്? ബ്രീത്ത് ഇൻ പറയുമ്പോൾ ശ്വാസം എടുക്കുക. കൗണ്ട് ചെയ്യുന്ന സമയത്ത് 1 2 3 4 പറയുന്ന സമയത്ത് ശ്വാസം പിടിച്ചു വയ്ക്കുക. അത് കഴിഞ്ഞ് ബ്രീത്ത് ഔട്ട് പറയുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്രീത്ത് ഇൻ,
2, 3, 4. Breathe out. Breathe in. 1, 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 2, 3, 4. Breathe out. നിങ്ങളുടെ മനസ്സിൽ ചന്ദ്രൻ്റെ, ഇന്ന് ഫുൾ മൂൺ ഡേ അല്ലേ, ചന്ദ്രൻ്റെ ഒരു വെളിച്ചം നിങ്ങളുടെ മനസ്സിൽ വളരെയധികം ബ്രൈറ്റായിട്ട്, അത്യധികം പ്രകാശിക്കുന്ന ഒരു കിരണമാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഒരു വെളിച്ചം, അത്രയും വലിയ ഒരു പ്രകാശമുള്ള വെളിച്ചം ചന്ദ്രനിൽ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് വിചാരിച്ചോളൂ. ഈ വെളിച്ചം നിങ്ങളുടെ തലയിലും ഹൃദയത്തിലുമൊക്കെ എത്തുകയാണ്. നിങ്ങളുടെ ശരീരം മുഴുവൻ അതിൻ്റെ ഒരു തണുപ്പുള്ള ഒരു സ്പർശം നിങ്ങളുടെ ശരീരം മുഴുവൻ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ ആ ഒരു പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയുടെ ആ ഒരു ശാന്തിയിലേക്ക് വരികയാണ്. എല്ലാവിധ ദോഷങ്ങളും ഇല്ലാതാവുന്ന, ഒന്നുമില്ല ഇനി, എല്ലാ ദോഷങ്ങളും ഇല്ലാതാവുന്നു. എൻ്റെ കൂടെ പറഞ്ഞോളൂ. എൻ്റെ ശരീരം ആഴത്തിൽ ശാന്തമാകുന്നു. എൻ്റെ മനസ്സിൻ്റെ എല്ലാ പ്രയാസങ്ങളും തീരുന്നു. ഞാൻ ആത്മവിശ്വാസത്തോടെ ഒരു പുതു ദിവ്യശക്തിയിലേക്ക് കടക്കുന്നു. ഞാൻ പ്രകാശത്തിൻ്റെ
ഒരു തുള്ളിയാണ്. എൻ്റെ ഭാവി തിളങ്ങുന്നു. എൻ്റെ ആഗ്രഹങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ സാക്ഷാത്കരിക്കും. എൻ്റെ ജീവിതം സമ്പത്തും സന്തോഷവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ആത്മാവിൻ്റെ വൈബ്രേഷൻ ഉയർന്നിരിക്കുന്നു. ഞാൻ സർവശക്തനായ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സൃഷ്ടിയാണ്. വീണ്ടും നമുക്ക് ഈ അഫർമേഷൻസ് പറയാം. ഇത് നിങ്ങളുടെ വൈബ്രേഷൻസ് ഉയർത്താനുള്ളതാണ്. മാക്സിമം ഞാൻ ഇംഗ്ലീഷ് മാറ്റി മലയാളത്തിൽ പറയുന്നുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞോളൂ. ഞാൻ പ്രകാശത്തിൻ്റെ ഒരു തുള്ളിയാണ്. എൻ്റെ ഭാവി തിളങ്ങുന്നു. എൻ്റെ ആഗ്രഹങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ സാക്ഷാത്കരിക്കും. എൻ്റെ ജീവിതം സമ്പത്തും സന്തോഷവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ആത്മാവിൻ്റെ വൈബ്രേഷൻ ഉയർന്നിരിക്കുന്നു. ഞാൻ സർവശക്തനായ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സൃഷ്ടിയാണ്. കണ്ണുകളടച്ച് തന്നെ ഇരിക്കുക. ഞാൻ പറയുന്നത് കേൾക്കുക കേട്ടോ. നിങ്ങളുടെ ചുറ്റും ഒരു ദിവ്യമായിട്ടുള്ള വെളിച്ചം ഉണ്ട്. ഈ വെളിച്ചം നിങ്ങളുടെ ആത്മാവിനും വളരെയധികം ശാന്തി കൊടുക്കുന്നുണ്ട്. ഒരു ഡിവൈൻ പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് ഈ വെളിച്ചം തരുന്നത്. ചന്ദ്രനിൽ നിന്ന്, മൂണിൽ നിന്ന് ഒരു വെള്ളിയുടെ ഒരു സിൽവർ നിറത്തിലുള്ള ഒരു പ്രകാശം നിങ്ങളുടെ നേരെ വരുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ അശുദ്ധികളും നീക്കി നിങ്ങളെ പ്യൂറാക്കി, പ്യൂരിഫൈ ചെയ്ത് ശുദ്ധിയാക്കി കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ചന്ദ്രനോട് പറയാം. എൻ്റെ കൂടെ ആവർത്തിച്ചോളൂ. ചന്ദ്രനോട് പറയുന്നതായിട്ട് പറയാം കേട്ടോ. നീ എൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കൂ. നീ എൻ്റെ ആത്മാവിനെ ഉണർത്തൂ. നീ എൻ്റെ ജീവിതം സംരക്ഷിച്ചു കൊണ്ടിരിക്കുക. വീണ്ടും എൻ്റെ കൂടെ പറഞ്ഞോളൂ. നീ എൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കൂ. നീ എൻ്റെ ആത്മാവിനെ ഉണർത്തൂ. നീ എൻ്റെ ജീവിതം സംരക്ഷിച്ചു കൊണ്ടിരിക്കുക. നീ പതിയെ ചിന്തിക്കുക. നിങ്ങൾ എന്താണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? എന്താണ് നിങ്ങൾ ഇതുവരെ നേടാനായിട്ട് ശ്രമിച്ചത്, സാധിക്കാത്തത്? നിങ്ങൾക്കത് സാധിക്കാനുള്ള ഒരു സമയമാണ് വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ പറഞ്ഞോളൂ. എൻ്റെ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും സത്യമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ സമ്പത്തും സന്തോഷവും നിറയും. ഞാൻ ഇന്ന് കൂടുതൽ
പവർഫുള്ളാണ്. എൻ്റെ സ്വപ്നങ്ങൾ ഒന്നിനൊന്ന് സാക്ഷാത്കരിക്കപ്പെടുന്നു. പറഞ്ഞോ, ഒരു വെള്ളി നിറത്തിലുള്ള പ്രകാശം നിങ്ങളെ വലയം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണോ, ഇഷ്ടദേവത ആരാണോ, ദേവനാരാണോ, ദൈവം ആരാണോ, അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുക കേട്ടോ. നല്ലതുപോലെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ ആശങ്കകളും എല്ലാ വിഷമങ്ങളും എല്ലാം ഒരു വെളിച്ചത്തിൽ ഒരുക്കിപ്പോട്ടെ. ഈ രാത്രിയിൽ നിങ്ങൾക്ക് എല്ലാം നല്ല മഹത്തായിട്ടുള്ള ഒരു ശക്തിയായിട്ട് നിങ്ങൾ പുറത്തേക്ക് വരട്ടെ കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കൂടുതൽ കുടിക്കുക കേട്ടോ. വെള്ളം കൂടുതൽ കുടിക്കുക, നമ്മുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യുക. അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ ഒരു വെളുത്ത വസ്ത്രം ധരിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. ഒരു വെളുത്ത വസ്ത്രം ധരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഹിമാലയയുടെ സോൾട്ട് ഉള്ളവർ കേട്ടോ, കല്ലുപ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും മതി. നിങ്ങൾ ഹിമാലയയുടെ സോൾട്ട്, ആ ഒരു ഉപ്പ് ചേർത്തിട്ടുള്ള വെള്ളം നിങ്ങളുടെ വീട്ടിലെ എല്ലാ ഭാഗത്തും തളിക്കുന്നത് നല്ലതാണ്. അത് നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരു കത്തിയിൽ നിങ്ങളുടെ ആഗ്രഹം എഴുതിയിട്ട് അത് സൂര്യോദയത്തിൽ നാളെ രാവിലെ ആണെങ്കിലും നിങ്ങൾ അത് സൂര്യനെ കാണിച്ചിട്ട് സൂക്ഷിച്ച് വെക്കുക കേട്ടോ. പിന്നെ രാത്രി ചന്ദ്രനെ നോക്കിയിട്ടൊരു 2 മിനിറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കുക. അത് ഒരുപാട് നല്ലതാണ്, പവർഫുള്ളാണ്. നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല തോട്ട്സും കാര്യങ്ങളൊക്കെ വരാനും നിങ്ങളുടെ വൈബ്രേഷൻസൊക്കെ ഹൈ ആവാനും അത് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളധികം അമിതമായ അമൃതം വിഷം എന്നൊക്കെ പറയില്ലേ, നിങ്ങൾ അധികമായിട്ടൊന്നും ആഗ്രഹിക്കാതിരിക്കുക കേട്ടോ. എല്ലാത്തിനും ഒരു ഒരു ലിമിറ്റ് ഉണ്ടല്ലേ, അത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അതുപോലെ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ അത്യധികം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പവർഫുള്ളായിട്ടുള്ള ദിവസമാണ്. ഒരുപാട് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ശാന്തിയും ഉന്മേഷവും ഒക്കെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരു നല്ല പവർഫുള്ളായിട്ടുള്ള എനർജി ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ. നിങ്ങളുടെ ആ ഒരു ഹീലിംഗ് എനർജി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. നിങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയൊക്കെ ശാന്തി കൊടുത്ത് തണുപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ ഈ ഒരു ശക്തിയേറിയ ദിവസത്തിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെ എല്ലാം സഫലമാവട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളിലുമുള്ള എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കപ്പെടട്ടെ, പ്രൊട്ടക്ഷൻ കിട്ടട്ടെ. നിങ്ങളുടെ ആ ഒരു സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ കേട്ടോ. ഇനി കണ്ണുകൾ പതിയെ പതിയെ തുറന്നോളൂ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം അനുഗ്രഹീതമായിട്ടുള്ള ഒരു ദിവസമാകട്ടെ കേട്ടോ. യൂണിവേഴ്സിനോട് താങ്ക് യു പറയാം. താങ്ക് യു യൂണിവേഴ്സ്. ഗ്രാറ്റിറ്റ്യൂഡ് 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 കേട്ടോ. ശാന്തി ശാന്തി ശാന്തി. താങ്ക് യു സോ മച്ച് ഫോർ ടുഡേ. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ സഫലമാവട്ടെ. അതുപോലെ ഇനി ഇങ്ങനെയുള്ള ഫർദർ മെഡിറ്റേഷൻ വീഡിയോസോ EBC ഞാൻ പറഞ്ഞ ഇമോഷണൽ ബാഗേജ് ക്ലെൻസിങ് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് ബ്ലോക്കേജസ് ഉള്ളവർ ഒരുപാട് പേരുണ്ട്, എനിക്കറിയാം. എല്ലാവരുടെയും ബ്ലോക്കേജസ് മാറാൻ എല്ലാ ആശംസകളും തരുന്നു. താങ്ക് യു സോ മച്ച്. അതുപോലെ EBC ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ സ്പെല്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക. റിലീസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുക. എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിക്കോട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ടുഡേ. ബൈ ബൈ.